കൊച്ചിയിൽ സിഎ വിദ്യാർത്ഥിനിയുടെ മരണം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. പ്രതികൾ എത്ര ഉന്നതരായാലും പിടികൂടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അന്വേഷണത്തിൽ അനാസ്ഥയെന്നാരോപിച്ച് നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. അനൂപ് ജേക്കബാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയ വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, സഭാ നടപടികൾ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? അഞ്ജു, ഈ വിഷയം എറണാകുളം പിറവത്ത് സിഎ വിദ്യാർത്ഥിയായ മിഷേൽ ഷാജിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അനൂപ് ജേക്കബാണ് അടിയന്തര പ്രമേയ നോട്ടീസായി സഭയിൽ ഉന്നയിച്ചത്. ഇതിൽ പ്രധാനമായും മുഖ്യമന്ത്രി നൽകിയ മറുപടി എന്ന് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് 6-ാം തീയതിയാണ് ഈ കുട്ടിയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുന്നത്. പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച ഉടൻ തന്നെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം വെള്ളത്തിൽ മുങ്ങിയുള്ളതാണ് ഈ കുട്ടിയുടെ മരണം എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാലും നിലവിൽ ഇപ്പോൾ ലോക്കൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേസ് ക്രൈംബ്രാഞ്ചിന്റെ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് ഇനി മുതൽ അന്വേഷിക്കും. ഇതിൽ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും അന്വേഷണം നടത്തുകയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒപ്പം തന്നെ പ്രതിപക്ഷം ഈ ഘട്ടത്തിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രി മറുപടി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇതിൽ പ്രധാനമായും പോലീസ് ഈ ബന്ധുക്കളിൽ നിന്നും പരാതി സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. അവർ 5-ാം തീയതിയാണ് പരാതിയുമായി എത്തിയത്. എന്നാൽ അന്ന് ഇവർ പരാതി സ്വീകരിച്ചില്ല. പിന്നീടാണ് 6-ാം തീയതി വീണ്ടും അവർ പരാതിയുമായി എത്തുന്നത്. അപ്പോൾ മാത്രമാണ് പോലീസ് ഇതിൽ പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറായിട്ടുള്ളതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗൗരവതരമായ സംഭവം തന്നെയാണ്. അതിൽ നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ള വിവരത്തിൽ ഇത്തരത്തിൽ അവർ 5-ാം തീയതി പരാതിയുമായി എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ അതുൾപ്പെടെ പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നുള്ളതുൾപ്പെടെ ഇതിൽ പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം സംഭവങ്ങളിൽ ഒന്നും തന്നെ പ്രതികൾ രക്ഷപ്പെടാൻ സാധിക്കില്ല. അവരെ എല്ലാവരെയും പിടികൂടുന്നതായിരിക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊട്ടിയൂർ പീഡനവുമായി ബന്ധപ്പെട്ടുള്ള ഫാദറിന്റെ അറസ്റ്റ് എന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. അതുകൊണ്ട് തന്നെ യാതൊരു ലാഘവത്വവും പോലീസിൽ നിന്നും നിലവിൽ ഇത്തരം കേസുകൾ അന്വേഷിക്കുന്നതിൽ ഉണ്ടായിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. എന്നാൽ സംസ്ഥാനത്ത് നടക്കുന്ന കൊലപാതകങ്ങൾ ആത്മഹത്യയാക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങി പോവുകയായിരുന്നു. അഞ്ജു, ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി കായലിൽ സിഎ വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ പെൺകുട്ടിയെ ശല്യം ചെയ്തിരുന്ന അയൽവാസിയെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. പെൺകുട്ടിയെ ശല്യം ചെയ്യുന്ന തരത്തിൽ SMS-കൾ അയച്ചിരുന്നതായി അയൽവാസി മൊഴി നൽകിയെന്നാണ് സൂചന. ഉമേഷ് തരും കൂടുതൽ വിവരങ്ങൾ. ഉമേഷ്, ചോദ്യം ചെയ്യൽ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? എന്തെങ്കിലും നിർണായക വിവരങ്ങൾ ഇയാളിൽ നിന്ന് ലഭ്യമായിട്ടുണ്ടോ? അഞ്ജു, ഈ വിദ്യാർത്ഥിനിയുടെ അയൽവാസിയായ യുവാവിനെയാണ് പോലീസ് ചോദ്യം ചെയ്തു വരുന്നത്. ഇയാൾ ഛത്തീസ്ഗഡിലാണ് ഇയാൾക്ക് ജോലി ഉണ്ടായിരുന്നത്. ഇയാളുടെ നാട്ടിലെത്താൻ പോലീസ് നിർദ്ദേശിക്കുകയും തുടർന്ന് പോലീസ് ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾ ഈ പെൺകുട്ടിയെ നിരന്തരമായി ശല്യം ചെയ്തിരുന്നു എന്നുള്ള കാര്യം ഇയാൾ തന്നെ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസക്കാലമായി നിരന്തരം ഇയാൾ ഫോണിൽ വിളിക്കുകയും നിരന്തരം മെസ്സേജ് അയക്കുകയും ചെയ്തു എന്നുള്ള കാര്യം പോലീസിന് ഫോൺ കോൾ രേഖകൾ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നിന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. അക്കാര്യം ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലായിരിക്കുന്നത്. എന്നാൽ ഈ കുട്ടിയുടെ മരണവുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഇയാൾക്കുണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷിച്ചു വരികയാണ്. പ്രാഥമിക നിഗമനം അനുസരിച്ച് ആത്മഹത്യയാണ് എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ നിഗമനം. കാരണം ഇത് സംബന്ധിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത്തരത്തിലാണ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വെള്ളം കുടിച്ച് മരിച്ചു, മുങ്ങി മരണമാണ് എന്ന രീതിയിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. കാരണം ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകളോ പാടുകളോ ഒന്നും തന്നെ ഇല്ലാത്ത സാഹചര്യത്തിൽ അത്തരത്തിൽ കൊലപാതകം എന്നുള്ള കാര്യത്തിലേക്ക് പോലീസ് നിലവിൽ എത്തിയിട്ടില്ല. എങ്കിൽ തന്നെയും അത് സംബന്ധിച്ച മുഴുവൻ സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചിരുന്നു. ഈ പെൺകുട്ടി മരിക്കുന്നതിന്റെ തലേ ദിവസം കലൂരിലുള്ള പള്ളിയിൽ പോയിരുന്നു. പള്ളിയിൽ പോകുന്നതും വരുന്നതുമായ ദൃശ്യങ്ങളും സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചിരുന്നു. ഈ CCTVയിൽ 2 യുവാക്കൾ 2 ബൈക്കിൽ ഈ കുട്ടിയെ പിന്തുടരുന്നതായി പോലീസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അത് ആരാണ് എന്താണെന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്തുന്നതിനായി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അത് യാദൃശ്ചികമായ ആ സമയത്ത് 2 പേർ അതിലൂടെ കടന്നുപോയതാണോ അതോ
ഈ കേസുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. എന്തായാലും നിലവിൽ ചോദ്യം ചെയ്തു വരുന്ന ആളിൽ നിന്ന് കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇയാൾ പരിചയമുണ്ടായിരുന്നു, ശല്യപ്പെടുത്തിയെങ്കിൽ തന്നെയും മരണവുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്ന് തന്നെയാണ് പോലീസ് പരിശോധിക്കുന്നത്. പ്രാഥമിക നിഗമനം മാത്രമാണ് ആത്മഹത്യ എന്നുള്ളത്. എങ്കിൽ തന്നെയും എല്ലാ സാധ്യതകളും പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. അഞ്ജു, ഉമേഷ, പ്രാഥമിക നിഗമനം ആത്മഹത്യയാണെന്ന് പറയുമ്പോഴും കുടുംബത്തിൽ നിന്നുയർന്നത് ഒരിക്കലും പെൺകുട്ടി ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള ഒരു വാദമാണ്. ഇപ്പോൾ ആത്മഹത്യയാണെങ്കിലും കൊലപാതകമാണെങ്കിൽ തന്നെ വിഷയത്തിലെ ദുരൂഹത അത് പുറത്തു വരേണ്ടതല്ലേ? ഒപ്പം ക്രൈംബ്രാഞ്ച് അന്വേഷണം വിട്ടുകൊണ്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ അന്വേഷണത്തിന്റെ ഗതി മാറാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും ബന്ധുക്കളുടെയും മറ്റ് സുഹൃത്തുക്കളുടെയും ഇത്തരത്തിലുള്ള പരാതി വളരെ ഗൗരവമായി തന്നെയാണ് പോലീസ് എടുത്തിട്ടുള്ളത്. നേരത്തെ ഈ സംഭവം നടന്ന പിറ്റേ ദിവസം മുതൽ തന്നെ ഇത് കേസെടുത്ത് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പ്രാഥമിക നിഗമനം മാത്രമാണ് ആത്മഹത്യ എന്നുള്ളത്. എന്നാൽ ഇത്തരത്തിൽ ഈ കുട്ടി ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ല, ദുരൂഹതയുണ്ട് എന്ന ആക്ഷേപവുമായി ബന്ധുക്കളും സുഹൃത്തുക്കളും രംഗത്തെത്തുമ്പോൾ അതുകൂടി കണക്കിലെടുത്ത് വളരെ ഗൗരവമായി തന്നെയാണ് പോലീസ് അന്വേഷിച്ചു വരുന്നത്. അതിന്റെ എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ പെൺകുട്ടിയുടെ ഫോൺ കോൾ ലിസ്റ്റ് വിശദമായി പോലീസ് പരിശോധിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു യുവാവ് നിരന്തരം ശല്യം ചെയ്തിരുന്നതായി മനസ്സിലായിട്ടുള്ളത്. ഇയാൾ അക്കാര്യം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്നാൽ ഈ കുട്ടിയെ ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അപകടപ്പെടുത്താനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. CCTV ദൃശ്യത്തിൽ കണ്ട അത് ആരാണ് എന്നത് സംബന്ധിച്ചും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആത്മഹത്യയാണ് എന്ന തരത്തിൽ തീർത്തും പോലീസ് ഈ കേസിനെ തള്ളിക്കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വളരെ ശക്തമായ അന്വേഷണം പോലീസ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരി, വ്യക്തമാണ്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതികളിൽ നിർവഹണം തുടങ്ങിയതിന്റെ ഫണ്ട് അടുത്ത വർഷത്തേക്ക് കൂടി നൽകുമെന്ന് ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്. സ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമ കേസുകളിൽ 7152 എണ്ണത്തിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതായി ഒരു ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിച്ചു. പോലീസ് സേനയുടെ അംഗബലം വർദ്ധിപ്പിക്കാനുള്ള പ്രപ്പോസൽ സർക്കാരിന്റെ പരിഗണനയിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സുനിൽ അരമാനൂർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. സുനിൽ, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയിരിക്കുന്നത്? വിവിധ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു കാര്യം പറഞ്ഞത്. അതോടൊപ്പം തന്നെ ധനകാര്യമന്ത്രി സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികളിൽ നിർവഹണം തുടങ്ങിയതിന്റെ ഫണ്ട് ഇതിപ്പോ മാർച്ച് മാസം അവസാനിക്കുന്നതോടുകൂടി തന്നെ ഫണ്ട് പിന്നെ നൽകില്ല എന്നുള്ളൊരു ഭയം വേണ്ട. പദ്ധതി നിർവഹണം തുടങ്ങിയ പദ്ധതികൾക്കെല്ലാം തന്നെ തുടർന്ന് ഒരു വർഷത്തേക്ക് കൂടി ആ തുക നൽകുമെന്നുള്ള ഒരു ഉറപ്പാണ് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഒരു ചോദ്യത്തിന് മറുപടിയായി നിയമസഭയിൽ നൽകിയത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ 7752 കേസുകളിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചുവെന്നും 3218 കേസുകളിൽ അന്വേഷണം നടന്നു വരുന്നുവെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. അതോടൊപ്പം തന്നെ പോലീസ് സേനയുടെ അംഗബലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ സർക്കാരിന്റെ പരിഗണനയിലാണ്. ഇക്കാര്യത്തിൽ ചർച്ച ചെയ്തുടൻ തീരുമാനമുണ്ടാകുമെന്ന് അദ്ദേഹം സഭയെ അറിയിക്കുകയുണ്ടായി. സംസ്ഥാനത്ത് ATM കൗണ്ടറുകളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ കൂടുന്ന സാഹചര്യത്തിൽ സൈബർ ക്രൈംസിന് പ്രത്യേക വിഭാഗം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസലും സർക്കാരിന്റെ പരിഗണനയിലാണ്. ഇത് സംബന്ധിച്ചും സർക്കാർ അടിയന്തര നിലപാട് കൈക്കൊള്ളുമെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, IAS IPS ഉദ്യോഗസ്ഥരുടെ തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. 231 തസ്തികകൾ 86 തസ്തികകളാണ് IAS ഉദ്യോഗസ്ഥരുടേതായി ഒഴിഞ്ഞു കിടക്കുന്നത്. 172 തസ്തിക ഉള്ളതിൽ IPSകാരുടേത് 52 തസ്തിക ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. 16 IAS ഉദ്യോഗസ്ഥരാണ് ഒന്നിലധികം ചുമതല വഹിക്കുന്നതെന്നും ഈ ഒരു ചോദ്യത്തിന് മറുപടിയായി സഭയെ രേഖാമൂലം മുഖ്യമന്ത്രി അറിയിച്ചു. ശരി, സുനിൽ അരമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. കുതിരക്കച്ചവടത്തിനിടയിൽ ഗോവയിലും മണിപ്പൂരിലും BJP അധികാരം ഉറപ്പിച്ചു. BJPയുടെ ഗോവൻ മുഖമായ മനോഹർ പരീക്കർ മുഖ്യമന്ത്രിയാകും. പരീക്കർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മണിപ്പൂരിൽ പ്രാദേശിക പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചതോടെ BJP ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചു. UPയിലും ഉത്തരാഖണ്ഡിലും മുഖ്യമന്ത്രി പ്രഖ്യാപനം നാളെയാണ് ഉണ്ടാവുക. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുകയാണ്. മനു, കരുനീക്കങ്ങൾക്കൊടുവിൽ ഗോവയിൽ പരീക്കറിന് തന്നെ നറുക്കു വീണിരിക്കുകയാണ്. ഇനി മറ്റ് സ്ഥലങ്ങളിലെ മുഖ്യമന്ത്രിമാരെയാണ് അറിയേണ്ടത്. അത് തീരുമാനം നാളെയാണോ ഉണ്ടാവുക? മറ്റു വിവരങ്ങൾ കൂടി. ഇക്കാര്യങ്ങളിലെല്ലാം തീരുമാനം നാളെയാണ് ഉണ്ടാവുക. ഇന്ന് ഉത്തരേന്ത്യയിൽ മറ്റും ഹോളിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിയമസഭാകക്ഷി യോഗം ചേർന്ന് ഈ നിയമസഭാകക്ഷി യോഗത്തിൽ കേന്ദ്ര BJP നേതൃത്വം ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നേതാവിനെ നിർദ്ദേശിക്കുകയാണ് ചെയ്യുക.
തുടർന്ന് നിയമസഭാ കക്ഷി യോഗം ഈ പേര് അംഗീകരിക്കുകയും പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് എന്ന കാര്യം പ്രഖ്യാപിക്കുകയുമാണ് ചെയ്യുക. ഇത് നാളെയോടുകൂടി ഉണ്ടാകും മറ്റു സംസ്ഥാനങ്ങളിൽ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഗോവയിലാകട്ടെ മനോഹർ പരീക്കർ നാളെ വൈകിട്ടോടുകൂടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം തന്നെ ഗവർണർ മൃദുല സിൻഹയെ കണ്ട് മനോഹർ പരീക്കർ പിന്തുണയ്ക്കുന്ന 22 MLA-മാരുടെ പിന്തുണയുണ്ട് എന്ന കാര്യം ഗവർണറെ അറിയിക്കുകയും സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഗോവയിലെ പ്രാദേശിക കക്ഷികളുടെ പൂർണ്ണ പിന്തുണ BJPക്കാണ് ലഭിച്ചത്. 17 സീറ്റുകൾ കോൺഗ്രസിന് ഉണ്ടായിരുന്നുവെങ്കിലും 21 സീറ്റെന്ന കേവല ഭൂരിപക്ഷം നേടാൻ കോൺഗ്രസിന് സാധിച്ചില്ല. മറ്റു പ്രാദേശിക കക്ഷികളുടെയും സ്വതന്ത്രരുടെ കൂടി പിന്തുണ ലഭിച്ചതോടെയാണ് BJP അധികാരത്തിലേക്ക് എത്തുന്നത്. തുടർന്നാണ് പ്രതിരോധ മന്ത്രിസ്ഥാനം രാജിവെച്ച് പരീക്കർ ഇന്നലെ തന്നെ പ്രധാനമന്ത്രിക്ക് രാജിക്കത്ത് കൈമാറുകയും ചെയ്തത്. നേരത്തെ ലക്ഷ്മികാന്ത് പർസേക്കറെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കം BJP നേതൃത്വത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ലക്ഷ്മികാന്ത് പർസേക്കറുടെ തോൽവിയോടുകൂടിയാണ് മനോഹർ പരീക്കർ ഗോവൻ BJP മുഖമായ മനോഹർ പരീക്കറെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കം BJP കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുകയും ചെയ്തത്. ഇതോടൊപ്പം കേന്ദ്ര മന്ത്രിസഭയിലും ചില അഴിച്ചുപണികൾക്ക് കളമൊരുങ്ങുകയുമാണ്. ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് വന്നേക്കും എന്ന നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നത്. അതോടൊപ്പം ഊർജ്ജ സഹമന്ത്രിയായിരുന്ന പീയൂഷ് ഗോയൽ ധനമന്ത്രി സ്ഥാനം കൂടി വഹിച്ചേക്കുമെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് കൂടി, അതായത് രാജ്യസഭാ അംഗം കൂടിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ MP, അതോടൊപ്പം കുമ്മനം രാജശേഖരൻ എന്നീ 2 പേരുകളും BJP കേന്ദ്ര നേതൃത്വം ഈ മന്ത്രിസഭാ പുനഃസംഘടനയിൽ പരിഗണിക്കുന്നു എന്ന ചില സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. BJP ദേശീയ നേതൃത്വത്തിന്റെ ദേശീയ പുനഃസംഘടനയും ആലോചനയിലുണ്ട്. ഈ പുനഃസംഘടനയിലും BJP സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള ചില പ്രതിനിധികളെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നേക്കും എന്ന ചർച്ചകളും പുരോഗമിക്കുന്നു. അതേസമയം മണിപ്പൂരിലും സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് BJP അവകാശവാദം ഉന്നയിച്ചിരുന്നു. നാഷണൽ പീപ്പിൾസ് പാർട്ടിയും അതോടൊപ്പം നാഗാലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടും 4 സീറ്റുകൾ വീതമുള്ള പാർട്ടികളാണ്. ഇരു പാർട്ടികളും BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും സ്വതന്ത്ര MLA-യും BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടുകൂടിയാണ് മണിപ്പൂരിലും ചരിത്രത്തിലാദ്യമായി സർക്കാർ രൂപീകരണത്തിന് BJPക്ക് കളമൊരുങ്ങിയത്. വടക്കുകിഴക്കൻ മേഖലയിൽ അസമിന് പിന്നാലെ മണിപ്പൂരിൽ കൂടി സർക്കാർ രൂപീകരണത്തിന് BJP എല്ലാ നീക്കങ്ങളും സജീവമാക്കി കഴിഞ്ഞു. 15 ദിവസത്തിനകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനാണ് BJPയോട് ഇപ്പോൾ മണിപ്പൂർ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനാൽ തന്നെ 5 സംസ്ഥാനങ്ങളിൽ 4ഇടത്ത് BJP ഭരണത്തിലേക്ക് എത്തുകയാണ്. അഞ്ജു, ശരി, വ്യക്തമാണ്. മനോഹർ പരീക്കർ ഗോവയിൽ മുഖ്യമന്ത്രിയാകും. നാളെയാണ് സത്യപ്രതിജ്ഞ. വിവരങ്ങളാണ് മനുശങ്കർ നൽകിയത്. തിരികെ വാർത്തകളിലേക്ക്. VM സുധീറിന്റെ രാജി സ്വമേധയാ അല്ലെന്നും ഹൈക്കമാൻഡ് രാജിവെപ്പിച്ചതാണെന്നും വെള്ളാപ്പള്ളി നടേശൻ. സുധീറിനെ മാറ്റുന്ന കാര്യം സോണിയാഗാന്ധിയും ഉമ്മൻചാണ്ടിയും തമ്മിൽ നേരത്തെ ധാരണയിലെത്തിയതാണെന്നും സുധീരൻ തുടർന്നാൽ കോൺഗ്രസ് പാതാളത്തിലാകുമെന്ന് കേന്ദ്രത്തിന് മനസ്സിലായെന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി. ആദർശത്തിന്റെ ഉടുപ്പ് ധരിക്കാൻ മിടുക്കുള്ള സുധീരൻ രാജ്യനാടകം കളിക്കുകയാണ് ചെയ്തതെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സുധീറിനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് നീക്കാൻ UDF-ൽ ചരടുവലികൾ നടന്നതാണ്. ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിയും സോണിയാഗാന്ധിയും നേരത്തെ തന്നെ ധാരണയിലെത്തിയതാണെന്നും ഹൈക്കമാൻഡ് ഇടപെട്ട് രാജിവെപ്പിക്കുകയായിരുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി. എല്ലാ മലയാളിക്കും അറിയാം, ഈ 5 സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് സുധീരൻ രാജിവെച്ച് പോകും അല്ലെങ്കിൽ സുധീരനെ ഒഴിവാക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു. അതിൻ്റെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നേരത്തെ തന്നെ ഉമ്മൻചാണ്ടി പോവുകയും സോണിയാഗാന്ധിയെ കാണുകയും സംസാരിച്ചൊരു ധാരണ എത്തുകയും ആ ധാരണ പൂച്ചം പുറത്ത് വന്നിട്ടുള്ളതാണ്. ആ ധാരണ വളരെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇദ്ദേഹം ഒരു അൺഫിറ്റാണ്, എന്തിന് പാപി വീണണം പാതാളം എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം ഈ പാവിനെ ഇവിടെ കൊണ്ട് നിട്ട് ഇവിടുത്തെ കോൺഗ്രസ് പാതാളമായി പോയി. വ്യക്തിവിരോധമാണ് സുധീറിനുള്ളത്. SNDP-യുടെയും SN ട്രസ്റ്റിന്റെയും കേസുകൾ കൈകാര്യം ചെയ്തുവെന്ന കാരണം പറഞ്ഞാണ് രാജൻ ബാബുവിന്റെ JSS-നെ സുധീരൻ പുറത്താക്കിയതെന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി. എന്തായാലും BDJS-ന്റെ പുതിയ കൂടുമാറ്റത്തിനു പിന്നിൽ ഉമ്മൻചാണ്ടിയാണെന്ന വിലയിരുത്തൽ ശരിവെക്കും വിധമാണ് വെള്ളാപ്പള്ളി നടേശന്റെ തുറന്നുപറച്ചിൽ. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉടലെടുക്കാൻ പോകുന്ന വലിയ സംഭവ വികാസങ്ങളുടെ തുടക്കമായി ഇതിനെ നോക്കിക്കാണാം. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ സാക്ഷി വിസ്താരം ഇന്ന് തുടങ്ങും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് സാക്ഷികളെ വിസ്തരിക്കുക. 1ാം സാക്ഷി അനസിനെയാണ് ഇന്ന് വിസ്തരിക്കുന്നത്. ജിഷ വധവുമായി ബന്ധപ്പെട്ട FIR തയ്യാറാക്കവേ മൊഴി നൽകിയ വാർഡ് മെമ്പറും കേസിലെ 1ാം സാക്ഷിയുമായ അനസിനെ വിസ്തരിക്കുന്ന കോടതി
നാളെ ജിഷയുടെ അമ്മ രാജേശ്വരിയെ വിസ്തരിക്കും. ആദ്യ 3 ദിവസം ഓരോ സാക്ഷികളെ വീതം വിസ്തരിച്ച ശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ 2 സാക്ഷികളെ വീതം വിസ്തരിക്കും. ഏപ്രിൽ 5 വരെയുള്ള ആദ്യഘട്ടത്തിൽ 21 പേരെ വിസ്തരിക്കാനാണ് തീരുമാനം. കഴിഞ്ഞ വർഷം നവംബർ 2-ന് വിസ്താരം തുടങ്ങാനായിരുന്നു കോടതി നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ജിഷയുടെ അച്ഛനും കേസ് പഠിക്കാൻ സമയം ആവശ്യപ്പെട്ട പ്രതി അമീറുൽ ഇസ്ലാമിൻ്റെ അഭിഭാഷകനും കോടതിയെ സമീപിച്ചതിനാൽ വിസ്താരം മാറ്റിവെക്കുകയായിരുന്നു. അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്ന ബലാത്സംഗം, കൊലപാതകം ഉൾപ്പെടെയുള്ള വിവിധ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകൾ നിലനിർത്തിയാണ് കോടതി പ്രതിക്ക് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 28-ന് പെരുമ്പാവൂർ കുറുപ്പമ്പടിയിലുള്ള വീട്ടിൽ വെച്ചാണ് ജിഷയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ജൂൺ 16-ന് പ്രതി അസം സ്വദേശി അമീറുൽ ഇസ്ലാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 മാസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ 17-നാണ് അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ പ്രതികളായ പൾസർ സുനി, വിജീഷ് എന്നിവരുടെ ജാമ്യാപേക്ഷ ആലുവ കോടതി ഇന്ന് പരിഗണിക്കും. തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കണമെന്നാണ് പ്രതിഭാഗത്തിന്റെ ആവശ്യം. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർക്കും. വാളയാറിൽ പീഡനത്തിനിരയായ സഹോദരിമാർ മരിച്ച കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടാനായി പോലീസ് ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. റിമാൻഡിലുള്ള 4 പ്രതികളെ വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. കുട്ടികളുടെ വീട്ടുകാരിൽ നിന്നും അടുത്ത ബന്ധുക്കളിൽ നിന്നും വിവരശേഖരണം തുടരുകയാണ്. പാലക്കാട് നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി MJ സോജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. 4 പേരെ അറസ്റ്റ് ചെയ്തെങ്കിലും മരണത്തിലെ ദുരൂഹത തുടരുകയാണ്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. മണിപ്പൂരിൽ സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസിനെ ഗവർണർ ക്ഷണിച്ചിരിക്കുന്നു. 18-ാം തീയതിക്ക് മുമ്പ് ഭൂരിപക്ഷം തെളിയിക്കാനാണ് ഗവർണർ അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുകയാണ്. മനു, ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കോൺഗ്രസ് നിലനിൽക്കുമ്പോഴും BJPക്കൊപ്പമാണ് ഏറ്റവും അധികം ആളുകൾ, തങ്ങൾക്കൊപ്പം ഭൂരിപക്ഷം ആളുകൾ ഉണ്ട് എന്നുള്ള നിലപാടുമായി BJP എത്തിയിരുന്നു. BJPക്കാണ് സാധ്യത എന്നുള്ള തരത്തിലായിരുന്നു ഇതുവരെ വാർത്തകൾ വന്നത്. ഇപ്പോൾ ഇതാ ഗവർണർ കോൺഗ്രസിനെ ക്ഷണിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? എന്തായാലും പറഞ്ഞോളൂ. ഗവർണർ ക്ഷണിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസം തന്നെ മണിപ്പൂർ ഗവർണറെ കണ്ട് BJP പിന്തുണയ്ക്കുന്ന പാർട്ടികൾ തങ്ങൾക്കൊപ്പമുണ്ട്, കുറഞ്ഞ ഭൂരിപക്ഷമായ 32 MLA-മാർ തങ്ങൾക്കൊപ്പമുണ്ട് എന്ന് BJP ഗവർണർ മുമ്പാകെ അവകാശവാദം ഉന്നയിച്ചിരുന്നു. അതിനാൽ സർക്കാർ രൂപീകരിക്കാൻ തങ്ങളെ ക്ഷണിക്കണമെന്ന് BJP ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഗവർണർ കൈക്കൊണ്ട നിലപാട് ഇന്ന് ഏറ്റവും വലിയ ഒറ്റകക്ഷി കോൺഗ്രസ് ആണ്. 28 MLA-മാരുടെ പിന്തുണ കോൺഗ്രസിന് ലഭിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തങ്ങൾക്കൊപ്പം കേവല ഭൂരിപക്ഷമായ 32 MLA-മാരുടെ പിന്തുണ തങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് കോൺഗ്രസ് ഇപ്പോൾ ഗവർണറെ കണ്ട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് സർക്കാർ രൂപീകരണത്തിന് ഗവർണർ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. അതിനാൽ മണിപ്പൂരിൽ സർക്കാർ രൂപീകരിക്കാനുള്ള, ചരിത്രത്തിൽ ആദ്യമായി വടക്കിഴക്കൻ മേഖലയിൽ മണിപ്പൂരിൽ സർക്കാർ രൂപീകരിക്കാനുള്ള BJPയുടെ നീക്കം ഇപ്പോൾ പാളിയിരിക്കുന്നു എന്ന് തന്നെ വ്യക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം BJP അവകാശപ്പെട്ടിരുന്നത് നാഷണൽ പീപ്പിൾസ് പാർട്ടിയും അതോടൊപ്പം നാഗാലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് 4 സീറ്റുകൾ വീതമുള്ള ഇരു പാർട്ടികളും തങ്ങളെ പിന്തുണയ്ക്കുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു സ്വതന്ത്ര MLA-യും തങ്ങളെ പിന്തുണയ്ക്കുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ കേവല ഭൂരിപക്ഷമായ 32 MLA-മാർ തങ്ങൾക്കൊപ്പമുണ്ട് എന്നാണ് BJP അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസും അവകാശവാദവുമായി എത്തുകയായിരുന്നു. സാധാരണഗതിയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ പാർട്ടി സർക്കാർ രൂപീകരിക്കാൻ പിന്തുണയ്ക്കുന്ന MLA-മാർ തങ്ങൾക്കൊപ്പമുണ്ട് എന്ന അവകാശവാദം, കേവല ഭൂരിപക്ഷം തങ്ങൾക്കൊപ്പമുണ്ട് എന്നൊരു അവകാശവാദം ഉന്നയിച്ചാൽ സ്വാഭാവികമായും ഏറ്റവും വലിയ ഒറ്റകക്ഷിയും അതോടൊപ്പം കേവല ഭൂരിപക്ഷത്തിന് അർഹരായ പാർട്ടിയെ സർക്കാർ രൂപീകരണത്തിന് ക്ഷണിക്കുക എന്നതാണ് ഗവർണർക്ക് മുന്നിലുള്ള നിലവിലെ ഒരു സാധ്യത. ആ സാധ്യത ഗവർണർ ഇപ്പോൾ വിനിയോഗിച്ചിരിക്കുന്നു. മണിപ്പൂരിൽ സർക്കാർ രൂപീകരണത്തിന് കോൺഗ്രസിനെ ക്ഷണിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ ഒരു സ്വതന്ത്ര MLA-യെ BJP തട്ടിക്കൊണ്ടുപോയി എന്നും മറ്റും കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ചിരുന്നതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാർ രൂപീകരണത്തിന് കോൺഗ്രസ് അവകാശവാദവുമായി ഗവർണർ
ഗവർണർ സമീപിച്ചതും ഏറ്റവും വലിയ ഒറ്റകക്ഷി 28 MLA-മാർ സ്വന്തമായി ഉണ്ടായിരുന്ന കോൺഗ്രസ് മറ്റു പ്രാദേശിക പാർട്ടികളുടെ കൂടി പിന്തുണയോടുകൂടി 32 MLA-മാരുടെ കേവല ഭൂരിപക്ഷം നേടിയെന്ന് ഗവർണർ മുമ്പാകെ അറിയിച്ചത്. ഇതിനെ തുടർന്നാണ് കോൺഗ്രസിനെ തന്നെ ഇപ്പോൾ സർക്കാർ രൂപീകരണത്തിന് മണിപ്പൂരിൽ ക്ഷണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായി കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. ഇബോബി സിംഗ്, അതിശക്തനായ മുഖ്യമന്ത്രി ഇബോബി സിംഗ്, ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പലയിടത്തും പരാജയപ്പെട്ടപ്പോഴും ഇറോം ശർമിള എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴും വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചിരുന്നു. 90 സീറ്റുകൾ മാത്രമാണ് ഇറോം ശർമിളയ്ക്ക് വലിയ ഒരു പ്രചരണം ഒക്കെ നടന്നപ്പോഴും നേടാനാവുകയും ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ ഇബോബി സിംഗിനെ നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്തേക്ക് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ചേർന്ന് തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ മണിപ്പൂരിൽ സർക്കാർ രൂപീകരണത്തിന് കോൺഗ്രസിന്റെ അവകാശവാദം അംഗീകരിച്ചുകൊണ്ട് സർക്കാർ രൂപീകരണത്തിന് ഗവർണർ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. ഗോവയിലും ചടുല നീക്കങ്ങൾ BJP നടത്തി. ഗോവയിൽ സർക്കാർ രൂപീകരണം പക്ഷേ BJP ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയുമാണ്. 17 സീറ്റുകൾ കോൺഗ്രസിനുണ്ടായിരുന്നു, 13 സീറ്റുകൾ മാത്രമാണ് BJPക്ക് ഉണ്ടായിരുന്നത്. കേവല ഭൂരിപക്ഷത്തിന് 21 സീറ്റുകൾ മാത്രമാണ് വേണ്ടിയിരുന്നത്. പക്ഷേ ഗോവയിൽ ഒരു 3 MLA-മാരെ പോലും കൂടെ നിർത്താൻ കോൺഗ്രസിന് സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യമായിരുന്നു. മറ്റു സ്വതന്ത്ര MLA-മാരെയും പ്രാദേശിക പാർട്ടികളെയും ഒപ്പം നിർത്തി BJP ഗോവയിൽ അധികാരം ഉറപ്പിച്ച ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ മണിപ്പൂരിൽ ഈ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച അതേ സമയത്ത് മനോഹർ പരീക്കറിന്റെ നേതൃത്വത്തിൽ കേവല ഭൂരിപക്ഷം 21 MLA-മാർ തങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഗവർണറോട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഗോവയിൽ എന്തായാലും 15 ദിവസത്തിനകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ഗവർണർ മൃദുല സിൻഹ മനോഹർ പരീക്കറിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മണിപ്പൂരിലാകട്ടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോൺഗ്രസിനോട് തന്നെ സർക്കാർ രൂപീകരണത്തിന് ഇപ്പോൾ ഗവർണർ ക്ഷണിച്ചിരിക്കുകയാണ്. അഞ്ജു, മനു, ഒരുപക്ഷേ NCP MLA-മാരുടെ പിന്തുണ ഇന്നലെ BJPക്ക് പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ ഏറെക്കുറെ മങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ ശരി മനു, എന്തായാലും മനുവിലേക്ക് പിന്നീട് എത്താം. മണിപ്പൂരിൽ സർക്കാർ രൂപീകരിക്കാൻ നിലവിൽ കോൺഗ്രസിനെ ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരം. 18-നകം പിന്തുണ ഭൂരിപക്ഷം വ്യക്തമാക്കണമെന്ന് ഗവർണർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. വിവരങ്ങളാണ് മനുശങ്കർ നൽകിയത്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോകുകയാണ്. സംവിധായകൻ ദീപൻ അന്തരിച്ചിരിക്കുകയാണ്. വൃക്കരോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. പുതിയ മുഖം, ലീഡർ, ദി കമ്പനി തുടങ്ങി ഒട്ടേറെ സിനിമകളാണ് അദ്ദേഹം സംവിധാനം ചെയ്തിരിക്കുന്നത്. മനു തരും കൂടുതൽ വിവരങ്ങൾ. മനു, കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അദ്ദേഹം കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായിട്ടും അഞ്ജു, വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. സംവിധായകൻ ദീപൻ അന്തരിച്ചിരിക്കുന്നു. കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് ദീപൻ. അദ്ദേഹത്തിന്റെ പുതിയ സിനിമയായ സത്യയുടെ ചിത്രീകരണം നടക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന് അസുഖം കൂടിയതും തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയതും ഇപ്പോൾ അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് എന്ന വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. നമുക്കറിയാം, മലയാളത്തിൽ ആക്ഷൻ സിനിമകൾക്ക് പുതിയൊരു മാനം നൽകിയ സംവിധായകനായിരുന്നു ദീപൻ. ഷാജി കൈലാസിന്റെ അസോസിയേറ്റ് ആയി വന്ന് പിന്നീട് സ്വതന്ത്ര സംവിധായകനായി മാറി പുതിയ മുഖം പോലുള്ള വലിയ ഹിറ്റുകൾ മലയാളത്തിന് സമ്മാനിച്ച ഒരു പ്രിയപ്പെട്ട സംവിധായകരിൽ, അല്ലെങ്കിൽ ആക്ഷൻ സിനിമയ്ക്ക് ഒരു തൻ്റെതായ ഒരു വേഗത, അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശൈലി എന്ന് പറയുന്നത്. ആക്ഷൻ സിനിമയിൽ എത്രയും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്ന ഒരു സംവിധായകനായിരുന്നു ദീപൻ. നമുക്കറിയാം, പുതിയ മുഖം പോലുള്ള സിനിമകൾ അദ്ദേഹത്തിന്റെ ആ ശൈലിക്ക് വലിയ ഒരു പ്രത്യേക ശൈലി മലയാള സിനിമയ്ക്ക് സംവിധാനിച്ച അല്ലെങ്കിൽ സമ്മാനിച്ച ഒരു സംവിധായകനായിരുന്നു ദീപൻ. അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോട് യാത്ര പറഞ്ഞു പോയിരിക്കുന്നത്. വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് ദീപൻ സംവിധാനം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഷാജി കൈലാസിന്റെ അസോസിയേറ്റായി നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം നിലനിന്നിരുന്നു. അങ്ങനെ ഷാജി കൈലാസ് എന്ന ഗുരുവിന്റെ ആ ആക്ഷൻ സംവിധായകന്റെ കീഴിൽ നിന്ന് സംവിധാന കല പഠിച്ചാണ് അദ്ദേഹം സ്വന്തമായി ആക്ഷൻ ചിത്രങ്ങളിലേക്ക് വന്നത്. ലീഡർ എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സ്വതന്ത്ര സംവിധായകനായത്. അന്ന് അത്ര ഒരു താരമൊന്നും അല്ലാതിരുന്ന വിജയകുമാറിനെ നായകനാക്കിയാണ് ലീഡർ എന്ന പൊളിറ്റിക്സിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള കഥ പറഞ്ഞുകൊണ്ട് ദീപൻ സംവിധാന രംഗത്തേക്ക് വന്നത്. എന്നാൽ പുതിയ മുഖം എന്ന ചിത്രമാണ് ദീപൻ എന്ന ആക്ഷൻ സംവിധായകനെ മലയാള സിനിമയിൽ അടയാളപ്പെടുത്തിയത്. പൃഥ്വിരാജിന്റെ കരിയറിൽ തന്നെ വലിയൊരു ബ്രേക്ക് സമ്മാനിച്ച പുതിയ മുഖം മലയാളത്തിലെ ഒരു ട്രെൻഡ് സെറ്റ് ആയിരുന്നു എന്ന് തന്നെ നമുക്കറിയാം. കാരണം അദ്ദേഹത്തിൽ അതിലെ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിച്ച രീതി തന്നെയായിരുന്നു ആ സിനിമയെ വളരെ ശ്രദ്ധേയമാക്കി മാറ്റിയത്. ചെറിയ ഒരു ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ഒരു മറ്റ് സൗത്ത് ഇന്ത്യൻ, അതായത് വലിയ ബഡ്ജറ്റുകളിൽ ചിത്രീകരിക്കുന്ന തമിഴ്, തെലുങ്ക് ഭാഷകളിലെ ആക്ഷൻ രംഗങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ പുതിയ മുഖത്തിൽ ആക്ഷൻ രംഗങ്ങൾ ഒരുക്കിയാണ് ദീപൻ ശ്രദ്ധേയനായത്. പിന്നീട്
ഡി കമ്പനി എന്ന ഒരു സിനിമ അദ്ദേഹത്തിന്റെ ഒരു 4 സിനിമയുടെ കൂട്ടായ്മയിൽ വന്നൊരു ചിത്രമായിരുന്നു. ആ ചിത്രത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി. അതിൽ ഒരു സിനിമയായിരുന്നു ഡി കമ്പനി. ആ ഡി കമ്പനി ഒരു അധോലോക കഥ പറഞ്ഞ ഡി കമ്പനി കൃത്യമായ രീതിയിൽ അവതരിപ്പിച്ചു. പിന്നീട് ഹീറോ എന്ന സിനിമ പൃഥ്വിരാജിനെ നായകനാക്കി വീണ്ടും സംവിധാനം ചെയ്തു. സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറഞ്ഞൊരു ചിത്രമായിരുന്നു ഹീറോ. ഇപ്പോൾ ജയറാമിനെ നായകനാക്കി സത്യ എന്ന ഒരു റോഡ് ആക്ഷൻ മൂഡിലുള്ള റോഡ് മൂവി വലിയ ബജറ്റിൽ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇപ്പോൾ നമ്മോടൊക്കെ യാത്ര പറഞ്ഞ് പോയിരിക്കുന്നത്. ഒരു പക്ഷേ മലയാളത്തിന്റെ കൊമേഴ്ഷ്യൽ സിനിമാ മേഖലയ്ക്ക് ഒരു വലിയ നഷ്ടം തന്നെയാണ് ദീപൻ എന്ന സംവിധായകന്റെ മരണം എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഒരുപക്ഷെ ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ ജയറാം പറഞ്ഞിരുന്നു, ജയറാമിന്റെ കരിയറിൽ തന്നെ ഒരു തിരിച്ചുവരവായേക്കാവുന്ന ചിത്രമായിരിക്കും സത്യ എന്നത്. കാരണം വളരെ വ്യത്യസ്തമായ ആക്ഷൻ രീതി മൂഡിലുള്ള ഒരു ചിത്രമായിരുന്നു അദ്ദേഹം. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ഫാസ്റ്റായ സംവിധാന ശൈലി, കഥ പറഞ്ഞു പോകുന്ന ആ ഒരു ശൈലി തന്നെയാണ് ദീപനെ മലയാള സിനിമയിൽ ഏറ്റവും ശ്രദ്ധേയനാക്കിയതും എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പക്ഷേ അദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു എന്ന സൂചനകൾ ഒരു ഘട്ടത്തിൽ വന്നിരുന്നു. എന്നാൽ പിന്നീട് ഇപ്പോൾ ഇന്നലെ അദ്ദേഹത്തിന് അസുഖം കൂടുകയും ഒടുവിൽ ഇപ്പോൾ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിരിക്കുന്നു. മനുവിലേക്ക് ഇപ്പോൾ തിരികെ എത്താൻ ബി ഉണ്ണികൃഷ്ണൻ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, മലയാള സിനിമയ്ക്ക് ഒരു ദുഃഖവാർത്ത, സംവിധായകൻ ദീപൻ അന്തരിച്ചിരിക്കുന്നു. എങ്ങനെ ഓർത്തെടുക്കുന്നു അദ്ദേഹത്തെ താങ്കൾ? വ്യക്തിപരമായി എനിക്ക് ഏറ്റവും ദുഃഖകരമായൊരു ദിവസമാണിത്. കാരണം ദീപനെ സിനിമയിൽ വന്ന കാലങ്ങളൊക്കെ കഴിഞ്ഞ 20 വർഷങ്ങളായി എനിക്കതൊക്കെ ഞാനൊരു എഴുത്തുകാരനായി സിനിമയിൽ പ്രവർത്തിക്കുമ്പോൾ ഷാജി കൈലാസിന്റെ മുഖ്യ സംവിധാന സഹായിയായിരുന്നു ദീപൻ. അന്നു മുതൽ ദീപനുമായിട്ടുള്ള വളരെ വലിയൊരു അടുപ്പമുണ്ട്, സൗഹൃദമുണ്ട്. അയാൾ എനിക്ക് ഒരു സഹോദരനെ പോലെയായിരുന്നു. പിന്നീട് ഞാൻ എൻ്റെ ടെലിഫിലിം, ഒരു 2ാമത്തെ ടെലിഫിലിം സംവിധാനം ചെയ്യുമ്പോൾ അതിന്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചത് ദീപനാണ്. അവിടെ മുതൽ ഇങ്ങോട്ട്. അപ്പോൾ ദീപന്റെ ഈ അസുഖത്തിന്റെ കാലഘട്ടത്തിലൊക്കെ എല്ലാ ദിവസവും അദ്ദേഹത്തെ കാണാൻ പോവുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ്. ഞാനിപ്പോൾ എൻ്റെ പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലാണ്. പക്ഷേ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് വലിയ വ്യക്തിപരമായി എന്നെ ഇത്രയധികം വേദനിപ്പിച്ച ഒരു വേർപാട് അടുത്ത കാലത്തുണ്ടായി. തീർച്ചയായിട്ടും വലിയൊരു നഷ്ടം തന്നെയാണ് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ. നമുക്ക് അദ്ദേഹത്തിന്റെ ആ ദുഃഖത്തിൽ, സിനിമാ മേഖലയുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. ഒരു പക്ഷേ മലയാള സിനിമയിലെ ആക്ഷൻ ചിത്രങ്ങളിൽ വേഗതയുടെ ഒരു ശൈലി, അതായത് വേഗത്തിൽ കഥ പറഞ്ഞ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ആ രീതിയൊക്കെ പുതിയ മുഖം പോലുള്ള ദീപന്റെ സിനിമകളിൽ നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആ ശൈലിയെ താങ്കൾ സ്മരിക്കുന്നത്? ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രോമിസുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹം ചെയ്ത സിനിമകളിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ക്രാഫ്റ്റ് നമുക്ക് കാണുകയും ചെയ്യാം. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഏറെക്കാലം പ്രവർത്തിച്ചത് ഷാജിയുടെ കൂടെയാണ്, ഷാജി കൈലാസിന്റെ കൂടെയാണ്. അപ്പൊ സ്വാഭാവികമായും ഷാജി കൈലാസിന്റെ സംവിധാന രീതിയോടും അദ്ദേഹം ചെയ്യുന്ന സിനിമകളോടും ഒക്കെ മാനസികമായ ഒരു ആഭിമുഖ്യം, ആ സ്വാധീനം അത് അനുകരണത്തിലേക്ക് പോകാതെ തികച്ചും മൗലികമായ ഒരു ശൈലി അദ്ദേഹത്തിന് കാത്തു സൂക്ഷിക്കാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ ഈ സംഭാവനകളെ കുറിച്ച് വസ്തുനിഷ്ഠമായി വിലയിരുത്താൻ നമുക്ക് കഴിയാത്തവണ്ണം ഇദ്ദേഹത്തിന്റെ വേർപാട് നമ്മളെ ദുഃഖിപ്പിക്കുന്നു. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. താങ്ക് യു. ശരി, വളരെയധികം നന്ദി ശ്രീ ബി ഉണ്ണികൃഷ്ണൻ. ദുഃഖകരമായൊരു വേളയിലും ഞങ്ങളോട് സംസാരിച്ചതിന്. മലയാള സിനിമയ്ക്ക്, ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് ഒരു വലിയ നഷ്ടം സംഭവിച്ചുകൊണ്ട് സംവിധായകൻ ദീപൻ ഓർമ്മയായിരിക്കുന്നു. അല്പസമയം മുമ്പായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. രോഗത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. വലിയൊരു നഷ്ടം തന്നെയാണ് മലയാള സിനിമാ മേഖലയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് എന്ന് തന്നെ പറയാം. എന്നും ആക്ഷൻ മൂഡിലുള്ള സിനിമകൾ കൈകാര്യം ചെയ്യുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ മൃദുവായ രീതിയിലുള്ള, അല്ലെങ്കിൽ എല്ലാവരോടും സൗഹൃദങ്ങൾ സൂക്ഷിച്ച ഒരു വളരെ സൗഹൃദപരമായി പെരുമാറിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ദീപൻ എന്ന് തന്നെ നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ സിനിമയിലെ ആ പരുക്കൻ പ്രമേയങ്ങൾ പക്ഷേ ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവരോടും, ഇപ്പോൾ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ, എല്ലാവരോടും സൗഹൃദം സൂക്ഷിച്ച് വളരെ പ്രസന്നമായ മുഖത്തോടുകൂടി തൻ്റെ സിനിമാ സെറ്റുകളെ സജീവമാക്കി നിർത്തിയിരുന്ന ഒരു സംവിധായകൻ കൂടിയായിരുന്നു ദീപൻ. ഏകദേശം
20 വർഷത്തോളം ദീപൻ സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്നു. കൂടുതൽ കാലം ഷാജി കൈലാസിൻ്റെ അസോസിയേറ്റും അസിസ്റ്റൻറ്റും ഒക്കെ ആയിട്ടായിരുന്നു അദ്ദേഹം ചിത്രങ്ങളിൽ സഹകരിച്ചിരുന്നത്. എന്നും ഷാജി കൈലാസിൻ്റെ ആ ആക്ഷൻ മൂഡിലുള്ള ചിത്രങ്ങളെ സ്നേഹിച്ചിരുന്നപ്പോഴും തൻ്റേതായ ഒരു ശൈലി ആ ആക്ഷൻ ചിത്രങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു എന്ന ഇടത്താണ് ദീപൻ വ്യത്യസ്തനായത്. ഒരുപക്ഷെ മികച്ച കൈയടക്കവും വേഗതയും കൊണ്ടാണ് തൻ്റെ ഫ്രെയിമുകളെ റിച്ചാക്കിയാണ് ദീപൻ തൻ്റെ ആക്ഷൻ സിനിമകളെ സജീവമാക്കിയത്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത നിരവധി മുഹൂർത്തങ്ങൾ തൻ്റെ കൂടെ വർക്ക് ചെയ്തവർക്കൊക്കെ സമ്മാനിച്ചാണ് ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ ദീപൻ എന്ന സംവിധായകനും അതിലുപരി ദീപൻ എന്ന മനുഷ്യൻ നമ്മോട് വളരെ ചെറുപ്പത്തിൽ തന്നെ വിട പറഞ്ഞ് പോകുന്നത്. മലയാള കൊമേഴ്ഷ്യൽ സിനിമാ ലോകത്താണ് ദീപൻ എന്ന പേര് ഒരുപക്ഷെ പുതിയ മുഖം എന്ന ചിത്രം സംവിധാനം ചെയ്തതോടുകൂടിയാണ് പൃഥ്വിരാജിൻ്റെ കരിയറിൽ തന്നെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച, ഒരുപക്ഷെ പൃഥ്വിയെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് നടന്നെടുക്കാൻ സഹായിച്ച ഒരു ചിത്രമായിരുന്നു പുതിയ മുഖം. അത്ര ആർജവത്തോടു കൂടിയായിരുന്നു ആ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിയത്. വളരെ വേഗത്തിൽ ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാതെ ആക്ഷൻ സീക്വൻസുകളിലെ പ്രത്യേകതകൾ കൊണ്ട് പുതിയ മുഖം എന്ന സിനിമ മലയാള പ്രേക്ഷകരിൽ ഒരുപാട് ചലനങ്ങൾ കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയിൽ സൃഷ്ടിച്ചു. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സത്യ എന്ന റോഡ് മൂവി, ആക്ഷൻ മൂഡിലുള്ള റോഡ് മൂവി ഒരു വലിയ ബജറ്റിൽ ഒരുക്കുകയായിരുന്നു. അതിൻ്റെ ഷൂട്ടിങ്ങിനിടെയാണ് ഇപ്പോൾ ഈ ദുരന്ത വാർത്ത പ്രേക്ഷകരെ തേടിയെത്തുന്നത്, നമ്മളെ തേടിയെത്തുന്നത്. അങ്ങനെ ഒരു ചെറിയ കാലഘട്ടമാണെങ്കിൽ പോലും കുറച്ച് സിനിമകളാണ് സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ സിനിമകളിലൊക്കെ തൻ്റേതായ അതിൽ പരാജയങ്ങളുണ്ടായിരുന്നു, വലിയ വിജയങ്ങളുണ്ടായിരുന്നു, ഇടത്തരം സിനിമകളുണ്ടായിരുന്നു. പക്ഷേ അതിലൊക്കെ സ്വന്തമായ രീതിയിൽ ഒരു കയ്യൊപ്പ് ദീപൻ എന്ന പേര് ആ സിനിമകളിലൊക്കെ അദ്ദേഹം പതിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. അതുതന്നെയാണ് ദീപൻ എന്ന കലാകാരനെ മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാക്കിയതും. മനു തുടരുക. ഇപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങളുമായി ഉമേഷ് കൂടി ചേരുകയാണ്. ഉമേഷ്, അല്പം മുമ്പാണ് മരണവിവരം പുറത്തു വരുന്നത്. എന്താണ് ആശുപത്രിയിലെ അവസ്ഥ, മറ്റു വിവരങ്ങൾ? അഞ്ജു, ഇക്കഴിഞ്ഞ ഫെബ്രുവരി 26-നാണ് ദീപനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്, കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. കരൾ രോഗബാധിതനായിരുന്നു ദീപൻ. ഇന്ന് രാവിലെയാണ് അസുഖം മൂർച്ഛിച്ച് ഇദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത്. മരണസമയത്ത് ദീപന്റെ അമ്മയും ഭാര്യയും അടക്കമുള്ള അടുത്ത ബന്ധുക്കളെല്ലാവരും തന്നെ ഇയാളുടെ സമീപം ഉണ്ടായിരുന്നു. 47 വയസ്സായിരുന്നു. ജയറാം നായകനാകുന്ന ഒരു ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ദീപന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ എപ്പോൾ നടക്കുമെന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക എന്ന സൂചനയുണ്ട്. അതേസമയം ഈ മൃതദേഹം ആശുപത്രിയിൽ നിന്നും നേരെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും എന്നുള്ള വിവരവും ഉണ്ട്. അവിടെയാണ് ഈ ദീപന്റെ പ്രവർത്തന മണ്ഡലം അവിടെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സംസ്കാരം അവിടെ ആകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അത് സംബന്ധിച്ച അന്തിമ തീരുമാനം വന്നിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം ICUവിൽ തന്നെയാണുള്ളത്, പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. അഞ്ജു. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചുരുങ്ങിയ ചിത്രങ്ങൾ കൊണ്ട് പ്രേക്ഷക മനസ്സിലേക്ക് വളരെ വേഗത്തിലെത്തിയ ഒരു സംവിധായകനായിരുന്നു ദീപൻ. പ്രത്യേകിച്ച് പുതിയ മുഖം എന്ന ഒറ്റ ഒരു ചിത്രം മതി അദ്ദേഹത്തെ വിലയിരുത്താൻ, അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ. തീർച്ചയായിട്ടും അഞ്ജു, ദീപനെ നമ്മൾ പുതിയ മുഖം എന്ന ചിത്രം വച്ച് വിലയിരുത്തുന്നതിന് മുമ്പ് ദീപന്റെ ഒരു ധൈര്യം നമ്മൾ പറയേണ്ടത്. അതായത് തന്റെ ആദ്യ ചിത്രം ലീഡർ എന്ന സിനിമയാണ് ദീപൻ ആദ്യമായി സംവിധാനം ചെയ്യുന്നത്. ഒരു പൊളിറ്റിക്കൽ മൂഡിലുള്ള ആക്ഷൻ ത്രില്ലർ സിനിമയായിരുന്നു. അതായത് ഒരു ഷാജി കൈല, ഒരു അന്നത്തെ കാലഘട്ടത്തിൽ വിജയകുമാറിനെ, ഒരു വലിയ താരമൂല്യമില്ലാതിരുന്ന വിജയകുമാറിനെ പോലുള്ള ഒരാളെ വെച്ച് വിജയകുമാറിനെ നായക വേഷത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ദീപൻ കാണിച്ച ആ ഒരു ധൈര്യത്തിനെയാണ് ഒന്നാമത് നമ്മൾ അഭിനന്ദിക്കപ്പെടേണ്ടത്. രണ്ട്, ലീഡർ എന്ന സിനിമ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കോൺഗ്രസ് പൊളിറ്റിക്സ് ആയിരുന്നു പറഞ്ഞത്. അതിനകത്ത് ശരിക്കും AK ആന്റണിയും K കരുണാകരനും തമ്മിലുള്ള വിഷയങ്ങളും അന്നത്തെ കോൺഗ്രസിലെ ഉള്ളുകളികളും കാര്യങ്ങളും ഒക്കെയാണ് ആ സിനിമ പറഞ്ഞു വച്ചത്. അതിൽ ചില ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരുന്നു. എന്നാൽ ഈ മിമിക്രി ആർട്ടിസ്റ്റുകളെ വച്ച് ആന്റണിയുടെ രൂപത്തിലുള്ള മിമിക്രി ആർട്ടിസ്റ്റുകളെ വെച്ച് തന്നെ ആ സിനിമ പോയി. അപ്പോൾ അത് അത്തരത്തിൽ ഒരു അപമാനിക്കുന്ന രീതിയിലായിരുന്നു എന്ന തരത്തിൽ ചില ആരോപണങ്ങൾ കേട്ടിരുന്നു. പക്ഷേ അതിനൊക്കെ കൃത്യമായ മറുപടികൾ ദീപൻ പറഞ്ഞിരുന്നു. അതായത് ആ സിനിമ അന്നത്തെ നിന്നിരുന്ന ചില പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ വെച്ച് സംവിധാനം ചെയ്തതാണ്, അതിന് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അനിവാര്യമായി തോന്നി, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ ഭാഗം കൃത്യമായി ന്യായീകരിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ദീപൻ എന്ന സംവിധായകനെ കുറച്ച് നാളത്തേക്ക് നമ്മൾ അധികം കേൾക്കാനില്ലായിരുന്നു. അദ്ദേഹം വീണ്ടും ഷാജി കൈലാസിൻ്റെ അസോസിയേറ്റായി മടങ്ങിയിരുന്നു. പക്ഷേ
പുതിയ മുഖം എന്ന സിനിമ വന്നതോടുകൂടി ദീപൻ എന്ന സംവിധായകന്റെ സമയം കൃത്യമായി തെളിയുകയായിരുന്നു. അന്ന് വരെ മലയാളത്തിൽ ഉണ്ടായിരുന്ന ഒരു ആക്ഷൻ പാക്കേജിനെ മാറ്റിയാണ് പുതിയ മുഖം എന്ന ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിയത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിലെ ഓരോ ഷോട്ട്സും കൃത്യമായ രീതിയിൽ ശരിക്കും ഒരു മാസ് പടങ്ങളുടെ ഫീൽ സൃഷ്ടിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ദീപൻ ഒരുക്കിയത്. പ്രത്യേകിച്ചും അതിലെ കോളേജിലെ ആക്ഷൻ സീക്വൻസുകൾ, ഒപ്പം പൃഥ്വിരാജും ബാലയും ഒപ്പത്തിനൊപ്പം നിന്ന് പോരാടുന്ന ആക്ഷൻ രംഗങ്ങൾ, ഇതൊക്കെ വളരെ സജീവമായ രീതിയിൽ യുവത്വത്തിനെ ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ ദീപൻ എത്തിച്ചു എന്ന് പറയുന്നയിടത്തായിരുന്നു ആ സംവിധായകന്റെ വിജയം നമ്മൾ ആ സിനിമയിൽ കണ്ടത്. അതിനുശേഷം ഡി കമ്പനി എന്നൊരു ചിത്രം വന്നു. അതൊരു ഒരു ശൃംഖല സിനിമയുടെ 4 സിനിമകളുള്ള ഒരു ശൃംഖല സിനിമയിലെ ഒരു ചെറിയൊരു ഭാഗമായിരുന്നു. നമ്മൾ കേരള കഫയൊക്കെ നേരത്തെ കണ്ടതുപോലെ ഒരു ചെറിയ ഭാഗമായിരുന്നു ഡി കമ്പനി എന്ന് പറയുന്ന ആ ചിത്രം. അതും വളരെ രീതിയിൽ ഒരു അധോലോക കഥയാണ് പറഞ്ഞത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ കഥ ആ ശൃംഖല സിനിമയിൽ പ്രേക്ഷകരിലേക്ക് നൽകാൻ ദീപന് കഴിഞ്ഞു. അത് കഴിഞ്ഞായിരുന്നു ഹീറോ എന്ന് പറയുന്ന ചിത്രം വന്നത്. പക്ഷേ അതൊരു കൊമേഴ്ഷ്യൽ വിജയം ആയില്ലെങ്കിൽ പോലും സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറഞ്ഞ ഹീറോ ദീപൻ പ്രവർത്തിക്കുന്ന മേഖലയുടെ തന്നെ ചില ഉള്ളുകളികളെ തുറന്നു കാണിച്ചതുകൊണ്ട് സിനിമയ്ക്കുള്ളിൽ തന്നെ വലിയ ചർച്ചകൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അങ്ങനെ അതും പൃഥ്വിരാജ് എന്ന നടനെ വെച്ച് തന്നെയായിരുന്നു ദീപൻ ചെയ്തത്. യാമി ഗൗതത്തെ നായികയാക്കിയിട്ടുള്ള ആ സിനിമ. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു വലിയ ബജറ്റ് മൂവിയുമായി സത്യ എന്ന ചിത്രവുമായി അദ്ദേഹം തിരികെ വരുന്നു. ഒരുപക്ഷെ ജയറാമിന്റെ കരിയറിൽ തന്നെ ഒരു വലിയ മാറ്റം നൽകാൻ പോകുന്ന ഒരു ചിത്രം കൂടി ആയിരുന്നു എന്ന രീതിയിലാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് കാലം മുതൽ തന്നെ അത് വിലയിരുത്തപ്പെട്ടത്. ശരി, സംവിധായകൻ ദീപൻ അന്തരിച്ചിരിക്കുകയാണ്. വൃക്കരോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. വിവരങ്ങളാണ് മനു നൽകിയത്. സംഘപരിവാർ സദാചാര ഗുണ്ടായുസത്തിനെതിരെ ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ ഒരുക്കി. നമ്മൾ ഒന്നിച്ചിരിക്കണമെന്ന മുദ്രാവാക്യമുയർത്തി ആലപ്പുഴ ബീച്ചിൽ നടന്ന പ്രതിഷേധ സംഗമം പ്രമുഖ തിരക്കഥാകൃത്ത് ചെറിയാൻ കൽപ്പകവാടി ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനസ് അലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്ത ജെറോം, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി മനു സി പുളിക്കൽ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. കോഴിക്കോട് ചാലിയ മത്സ്യവിപണന കേന്ദ്രത്തിൽ തീപിടുത്തം. രാത്രി 10 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. വലയും മറ്റു മത്സ്യബന്ധന ഉപകരണങ്ങളും സൂക്ഷിക്കുന്ന ഷെഡിലാണ് ആദ്യം തീ പടർന്നത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി 5 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. സമീപത്ത് മത്സ്യം കൊണ്ടുപോകുന്ന വാഹനങ്ങളും വനഭൂമിയുമുള്ളത് തീ പടരുമെന്ന ആശങ്ക വർദ്ധിപ്പിച്ചു. വാളയാറിൽ പീഡനത്തിനിരയായ സഹോദരിമാർ മരിച്ച കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടാനായി പോലീസ് ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. റിമാൻഡിലുള്ള 4 പ്രതികളെ വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. കുട്ടികളുടെ വീട്ടുകാരിൽ നിന്നും അടുത്ത ബന്ധുക്കളിൽ നിന്നും വിവരശേഖരണം തുടരുകയാണ്. പാലക്കാട് നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി MJ സോജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. 4 പേരെ അറസ്റ്റ് ചെയ്തെങ്കിലും മരണത്തിലെ ദുരൂഹത തുടരുകയാണ്. നടിയെ ആക്രമിച്ച കേസിൽ പ്രതികളായ പൾസർ സുനി, വിജീഷ് എന്നിവരുടെ ജാമ്യാപേക്ഷ ആലുവ കോടതി ഇന്ന് പരിഗണിക്കും. തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കണമെന്നാണ് പ്രതിഭാഗത്തിന്റെ ആവശ്യം. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർക്കും. കിണറുകളിലെ ആസിഡ് മാലിന്യങ്ങൾ മൂലം ദുരിതം അനുഭവിക്കുന്ന തൃശൂർ മരിയാപുരം സ്വദേശികൾ സ്വർണ്ണാഭരണ നിർമ്മാണശാലയ്ക്ക് മുമ്പിൽ ഉപരോധം ആരംഭിച്ചു. പ്രദേശവാസികളിൽ രോഗങ്ങൾ പടർത്തുന്ന സ്ഥാപനം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. 100-ലേറെ കുടുംബങ്ങളുടെ ജലസ്രോതസ്സുകളാണ് ആഭരണ നിർമ്മാണശാലയുടെ പ്രവർത്തനം മൂലം മലിനമാക്കപ്പെട്ടത്. വേനലെത്തിയതോടെ വെള്ളമില്ലാതെ സംസ്ഥാനമൊട്ടാകെ വരൾച്ച ബാധിച്ച കാലത്ത് കിണറുകളിൽ സമൃദ്ധമായുള്ള ജലം ഉപയോഗിക്കാനാവാത്ത അവസ്ഥയിലാണ് തൃശൂർ മരിയാപുരം ഗ്രാമവാസികൾ. ആസിഡ് മാലിന്യങ്ങൾ മൂലം ഉപയോഗയോഗ്യമല്ലെന്ന സർക്കാർ ഏജൻസികൾ ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയപ്പോൾ മാത്രമാണ് ജനങ്ങൾ അപകടം തിരിച്ചറിഞ്ഞത്. 1.5 കിലോമീറ്റർ ചുറ്റളവിലെ വെള്ളത്തിന്റെ pH മൂല്യം 5-ൽ താഴെയാണ്. കിണർ വെള്ളത്തിന്റെ ഉപയോഗം പ്രദേശവാസികൾക്ക് മാറാരോഗങ്ങളാണ് സമ്മാനിച്ചത്. അസ്വസ്ഥതകൾ, ചൊറിച്ചിൽ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. വെള്ളം നനച്ചാൽ മതി, അപ്പോൾ കൈ ചൊറിച്ചിൽ സ്റ്റാർട്ട് ചെയ്യും. നാവ് പൊള്ളുന്ന ഒരവസ്ഥയാണ് വെള്ളം കഴിച്ചു കഴിഞ്ഞാൽ.
അപ്പോൾ നാവുമ്പോൾ തൊലി പോകുന്നതാണെന്ന് വെച്ച് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു അല്ല, ഇത് വെള്ളം ചെന്നതിന് ശേഷം വരുന്നതാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും ഹൈക്കോടതിയുടെയും നിർദ്ദേശം ഉണ്ടായിട്ടും സ്ഥാപനത്തിന്റെ പ്രവർത്തനാനുമതി റദ്ദാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ സമരത്തിലേക്ക് നീങ്ങിയത്. പ്രതിഷേധത്തെ വകവയ്ക്കാതെ മാലിന്യമൊഴുക്കൽ തുടരുന്ന കമ്പനി അടച്ചുപൂട്ടുന്നതുവരെ സമരം തുടരാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇപ്പോൾ നിയമസഭയിൽ മൊബൈൽ ആപ്ലിക്കേഷന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുകയാണ്. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കാണുന്നത്. നിയമസഭയിലെ മൊബൈൽ ആപ്ലിക്കേഷന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുകയായിരുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. കൊല്ലം കുണ്ടറ കുഴിയത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കു നേരെ RSS ആക്രമണം. 5 പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ ബിനു എന്നയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. കൊല്ലം കുണ്ടറ കുഴിയത്ത് ചാറുകാട് വയലിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കെയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ RSS പ്രവർത്തകർ മാരകായുധങ്ങളുമായി എത്തി ആക്രമിച്ചതെന്ന് പരിക്കേറ്റവർ പറഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ ബിനുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എല്ലാവരും അറിയാവുന്നവരാണ്, തൊട്ടടുത്ത് ഒരു തോളുവരമ്പിൽ അപ്പുറമുള്ളവരല്ല, അവരെല്ലാവരും RSS പ്രവർത്തിക്കുന്നവരാണ്. RSSകാരെ ഞങ്ങൾ ക്രൂരമായിട്ട് മർദ്ദിച്ച് എന്നെ കാലിൽ വെട്ടി, എൻ്റെ കൈക്കടിച്ച്, എൻ്റെ തലയ്ക്കടിച്ച്, ഷോൾഡറിനടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ഓടിയ കുറെ കൊച്ചു പിള്ളേരെല്ലാം അവിടെ നിന്നവരെ എല്ലാവരെയും അടിച്ചു. സാരമായി പരിക്കേറ്റ മനു, ബിജു, അനിൽകുമാർ, മനോജ് എന്നിവരെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. EMS ലൈബ്രറിയിൽ ബുക്കുകൾക്ക് തീയിട്ടത് ഇതേ അക്രമികൾ തന്നെയാണെന്ന് CPIM കുണ്ട്ര ഏരിയ സെക്രട്ടറി സജി ആരോപിച്ചു. കുറെ അധിക ദിവസങ്ങളായി അവിടെ ഈ വീടുകൾ കയറി ആക്രമിക്കുക, ശല്യം ഉണ്ടാക്കുക, EMS വായനശാല എന്ന് പറയുന്ന വായനശാലയിൽ കയറി പുസ്തകം കത്തിച്ച് കളയുക, അവിടുത്തെ കറണ്ട് വിച്ഛേദിക്കുക, നിരവധി ആക്രമണങ്ങളുടെ പരമ്പര തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം റിസൾട്ട് കൂടിയായപ്പോൾ ആവേശമൂത്താണ് ഈ നെറുകെട്ടിലേക്ക് കാണിക്കാൻ തയ്യാറായിട്ടുള്ളത്. കൊല്ലം അഞ്ചാലുമൂട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മംഗളൂരു MV ഷെട്ടി കോളേജ് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിൽ വിദ്യാർത്ഥി സമരം അനിശ്ചിതമായി തുടരുന്നു. ഇന്റേണൽ അസസ്മെന്റിന്റെ പേരിൽ വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ തോൽപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ഏറെ മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ കോളേജിൽ സമരം നടക്കുന്നത്. തോൽവിക്കിരയായ കോഴിക്കോട്ടുകാരിയായ വിദ്യാർത്ഥിനി കഴിഞ്ഞ ദിവസം ഹോസ്റ്റലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു.
8 സെമിസ്റ്ററുകളിലായി 4 വർഷം ദൈർഘ്യമുള്ള ഡിഗ്രി കോഴ്സാണ് BSc സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. മംഗളൂരിലെ MV ഷെട്ടി കോളേജിൽ ഈ കോഴ്സിൽ 200ഓളം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ബഹുഭൂരിപക്ഷവും മലയാളികളായ പെൺകുട്ടികളാണ് വിദ്യാർത്ഥികൾ. ഒരു സെമസ്റ്ററിന് 70,000-ഓളം രൂപയാണ് ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ പഠന ചെലവ്. മാനേജ്മെന്റും ഒരു വിഭാഗം അധ്യാപകരും ചേർന്ന് വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ ഇന്റേണൽ അസസ്മെന്റിൽ തോൽപ്പിക്കുന്നതായാണ് വിദ്യാർത്ഥികളുടെ പരാതി. ഇങ്ങനെ തോൽപ്പിക്കപ്പെടുന്നവർക്ക് ഒരു വർഷം നഷ്ടമാകും. കഴിഞ്ഞ വർഷം 8ഉം ഈ വർഷം 7ഉം വിദ്യാർത്ഥികളെയാണ് ഇന്റേണൽ അസസ്മെന്റിൽ തോൽപ്പിച്ചത്. തോൽപ്പിക്കലിന് വിധേയയായ കോഴിക്കോട് സ്വദേശിനിയായ വിദ്യാർത്ഥിനി ഹോസ്റ്റലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചതോടെയാണ് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം തുടങ്ങിയത്. SFI വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ പരാതിയിൽ മംഗളൂരു പോലീസ് FIR രജിസ്റ്റർ ചെയ്തെങ്കിലും തുടർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസം മംഗളൂരു സർവകലാശാല രജിസ്ട്രാർ കോളേജിലെത്തി വിദ്യാർത്ഥികളിൽ നിന്നും തെളിവെടുപ്പ് നടത്തി. സർവകലാശാല അധികൃതരിൽ നിന്നും നീതിപൂർവമായ തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികൾ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പാലക്കാട് സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയായ ചിറ്റൂർ സ്വദേശി ആത്മഹത്യ ചെയ്ത സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. സംഭവത്തിൽ പിടിയിലായ യുവതിയുടെ സുഹൃത്ത് ഷിബുവിനെ റിമാൻഡ് ചെയ്തു. അതേസമയം ഏത് അന്വേഷണവുമായി സഹകരിക്കുമെന്ന് പാലാന ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ശേഷം ഷിബു വാഗ്ദാനത്തിൽ നിന്നും പിന്മാറിയതാണ് യുവതിയുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പോലീസ് കണ്ടെത്തൽ. പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സായിരുന്ന 20-കാരിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയായെന്ന് തെളിഞ്ഞിരുന്നു. ആത്മഹത്യ സംബന്ധിച്ച് ബന്ധുക്കളാരും പരാതിയും നൽകിയിരുന്നില്ല. ഷീനയുടെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിലാണ് സുഹൃത്തും അയൽവാസിയുമായ ഷിബുവിലേക്ക് പോലീസ് എത്തിയത്. വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയതോടെ ഷിബുവും ഷീനയുടെ ബന്ധുക്കളും തമ്മിൽ വഴക്കുണ്ടായെന്ന് പോലീസ് പറഞ്ഞു. ഇതോടെ കഴിഞ്ഞ ഫെബ്രുവരി 21-ന് ഷീന തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. ഷിബുവിനെതിരെ ലൈംഗിക പീഡനം, ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. 2016 ഡിസംബറിൽ എക്സ്റേ ടെക്നീഷ്യനായ യുവതി ആത്മഹത്യ ചെയ്തിരുന്നു. ഇവരുടെ കുടുംബവും പോലീസിൽ പരാതി നൽകിയിട്ടില്ല. ഈ മാസം തന്നെ ഒരാഴ്ചയ്ക്കിടെ 2 ജീവനക്കാരികൾ ആത്മഹത്യാ ശ്രമവും നടത്തി. ദുരൂഹ മരണങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ സമരത്തിലാണ്. വീട്ടുകാരുടെ പരാതി ലഭിച്ചില്ലെങ്കിലും ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന പരിശോധനയിലാണ് പോലീസ്. ദുരൂഹത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വരണ്ടുടങ്ങി കേരളം. അകലക്കുന്നം പഞ്ചായത്തിന്റെ ജലസേചന പദ്ധതിക്കായി വിട്ടുനൽകിയ ഭൂമി കുളം നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ മുൻ പഞ്ചായത്ത് അംഗം കൂടിയായ ഉടമ തിരിച്ചുപിടിച്ചു. ജനങ്ങൾ പദ്ധതി പ്രദേശത്ത് പ്രവേശിക്കാതിരിക്കാൻ മുള്ളുവേലി കെട്ടി തിരിച്ചതും വിവാദമാവുകയാണ്. കുടിവെള്ളം മുട്ടിയ നാട്ടുകാർ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. അകലകുന്നം മുൻ പഞ്ചായത്ത് അംഗമായിരുന്ന തോമസ് കുര്യാക്കോസിന്റെ പറമ്പിലാണ് സർക്കാർ ചെലവിൽ പഞ്ചായത്ത് കുളവും കുഴൽക്കിണറും നിർമ്മിച്ചത്. 1985-ൽ കുളം നിർമ്മിക്കാൻ 80,000 രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്നും നൽകിയത്. കുഴൽക്കിണറിന് പണം മുടക്കിയത് പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തുമാണ്. പക്ഷേ പദ്ധതി പ്രദേശം തോമസ് കുര്യാക്കോസ് മുള്ളുവേലി കെട്ടി സ്വന്തമാക്കി. ഇതോടെ പൊതുജനങ്ങൾക്കായി രൂപം കൊടുത്ത 2 കുടിവെള്ള പദ്ധതികളും നിലച്ചു. മഞ്ഞാമറ്റം മേഖലയിലെ 350ഓളം കുടുംബങ്ങൾക്ക് ആശ്വാസകരമാകുന്ന പദ്ധതികളായിരുന്നു ഇവ. സ്വകാര്യ വ്യക്തി കയ്യേറിയ പഞ്ചായത്ത് കുളവും കുഴൽക്കിണറും തിരിച്ചുപിടിച്ച് ജനങ്ങൾക്ക് നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമായ പ്രദേശത്ത് ഈ കുളം പുനരുദ്ധരിച്ച് ശുദ്ധീകരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഏതാണ്ട് ഒരു 500 കുടുംബങ്ങളുടെ കുടിവെള്ളക്ഷാമം 90% പരിഹരിക്കുന്നതിന് ഇത് ഉപയോഗപ്രദമാകും. 1995-2000 കാലയളവിൽ ജനകീയ ആസൂത്രണത്തിൽ ഉൾപ്പെടുത്തി കുളം 1.25 ലക്ഷം രൂപ മുടക്കി പുനരുദ്ധരിച്ചപ്പോൾ കൺവീനർ കൂടിയായ സ്ഥലമുടമ പദ്ധതിയിൽ ക്രമക്കേട് നടത്തി. ഒടുവിൽ കേസിൽ നിന്നും ഒഴിവാകാൻ പണം പഞ്ചായത്തിൽ അടയ്ക്കുകയായിരുന്നു. പഞ്ചായത്തിന് സറണ്ടർ ചെയ്ത കുളത്തിന്റെ ഉടമസ്ഥാവകാശം സർക്കാരിനാണെന്നും ഇത് ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മഞ്ഞാമറ്റം നിവാസികൾ നിയമ നടപടികൾക്കൊരുങ്ങുന്നത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം.